നോക്കി എത്ര മഡ് ക്രാബ്സാണ് നോക്കി. എല്ലാത്തിനും ഏകദേശം 1 കിലോ സൈസ് ഉണ്ട് കേട്ടോ. കാണിച്ചാൽ ഞാൻ ഇവിടെ 100 ട്ടാ. ഇത് എനിക്ക് തോന്നുന്നു ഇത് വലിപ്പുണ്ടെന്നോ കുറച്ചുകൂടി. ഇതും സെയിം തൂക്കം തന്നെ 100. വേറൊരു സാധനം ചെടിയുണ്ട് കേട്ടാ. ഇതാണ് ഏറ്റവും വലിപ്പമുള്ള കേട്ടാ. 1.5 കിലോ ഉള്ള ഞണ്ട്. ഇതിൻ്റെ വില എത്രയാണെന്നറിയോ? ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2600 രൂപ കിലോയ്ക്ക് വിലയുള്ള ഞണ്ടാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ ഇതിന് വില കൂടുന്നത്. 2600 ആ റേഞ്ച് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ്. ഇത് ഈ കാണുന്ന ഞണ്ടുകളെല്ലാവരും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇരുന്നിരുന്നതാണ്. പക്ഷേ റിജക്റ്റ് അയക്കണത് കളർ വ്യത്യാസവും പിന്നെ കാലിലെ കുറേ വ്യത്യാസങ്ങൾ പിന്നെ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഡാമേജ് എന്ന് പറയുമ്പോൾ പുറമെ കാണാനായിട്ട് ഒരു ഭംഗി കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം റിജക്റ്റ് അയക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഞണ്ട് ഇപ്പോൾ കിലോയ്ക്ക് വിൽക്കണ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപയ്ക്കാണ്. 500 രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? അതായത് അത്യാവശ്യം മാംസവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇതിലുണ്ടാകും. കണ്ട ഷെല്ലൊന്നും അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും ഞങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട കാലില്ല. ഇപ്പം ഇതിന് കളർ വ്യത്യാസങ്ങൾ കുറേ വന്നിട്ടുണ്ട് കണ്ടില്ലേ. അതുകൊണ്ട് മാത്രമാണ് ഈ ഞണ്ട് റിജക്റ്റ് അയക്കാനായിട്ടാണ്. കണ്ട ഈ ഞണ്ടെന്നാണ് ഞാൻ നേരത്തെ കാണിച്ചത്. 1.5 കിലോത്തിൻ്റെ ഞണ്ടാണത്. ഞണ്ടെടുത്താലോ? വേണോ? മുകളിലോട്ട് പോകണമല്ലോ ലക്ഷറി. അപ്പോൾ ഇതിന് കാണാനായിട്ട് കുറച്ച് ഭംഗി കുറവും കാലിലൊക്കെ ചെറിയ വ്യത്യാസവും അങ്ങനെ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതങ്ങനെ പോവില്ല. അപ്പോൾ അല്ലെങ്കിൽ 2600 കിട്ടണതാണ്. പക്ഷേ ഇപ്പോൾ അതിന് നമ്മൾ 500 രൂപക്ക് കൊടുക്കണം. അപ്പോൾ ഈ ഞണ്ടിൻ്റെ സൈസ് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിതിനെ പുറത്തേക്ക് എടുത്ത് വെച്ച് കാണിച്ചു തരാം. അഴിഞ്ഞു പോകുന്നാവോ, എന്നാലും കുഴപ്പമില്ല. ഓടിച്ചിട്ട് പിടി അഴിഞ്ഞു വേണ്ടെങ്കിൽ ഉണ്ടാ സൈസ് സാധനങ്ങളുണ്ടാ. അടിച്ചാനിപ്പോൾ ഇത് ഇതിൻ്റെ കാലുമരിയൊക്കെ ഇട്ടിട്ടില്ല. വേണോ പിടിച്ചോടാ. നിങ്ങൾക്കറിയാലോ നമ്മുടെ കടയിൽ വെറും 200 രൂപ മുതൽ ഞണ്ട വിലവാണ്. 200 രൂപയുടെ പിന്നെ 300 പിന്നെ 500 പിന്നെ 600 അങ്ങനെയൊക്കെ ഇരിക്കും പോട്ടെ. 2600 രൂപ വരെ ഞണ്ടുണ്ടാവും. പക്ഷെ വളരെ റെയറായിട്ട് മാത്രമാണ് ഈ ഒരു സൈസ് വരുന്ന ഞണ്ടൊക്കെ നമുക്ക് 500 രൂപയ്ക്ക് വിൽക്കാനായിട്ട് പറ്റാറുള്ളത്. അതും എനിക്ക് തോന്നുന്നത് വാട്ടർ ക്രാബ് അല്ലാതെ 500 രൂപയ്ക്ക് നമ്മൾ ഇത്രയും വലിപ്പമുള്ള ഞണ്ട് ഇതുവരെ വിറ്റിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞല്ല. ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. ഞണ്ട് ചാവാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട്. അതായത് ഇഷ്ടം പോലെ നമ്മുടെ കടയിൽ ചെറിയ ഞണ്ടും വലിയ ഞണ്ടൊക്കെ ഡെയിലി കിലോ കണക്കിനാണ് ചത്തുപോകുന്നത്. അതായത് ഈ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഭയങ്കര ചൂടാണല്ലോ. അതിൻ്റേതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞണ്ട് ചാവുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വില കിട്ടേണ്ടതാണ്. നമുക്ക് ഈ ഒരു വിലയ്ക്ക് കൊടുക്കേണ്ടതല്ല. പക്ഷേ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നതോറും കമ്പനി എന്തായാലും എടുക്കില്ല. അതായത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ നോർമൽ കസ്റ്റമേഴ്സ് വലിയ വില കൊടുത്ത് ഇതുപോലത്തെ ഞണ്ടുകൾ വാങ്ങാനായിട്ടും തയ്യാറായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞണ്ട് അധികം നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ദിവസം കഴിഞ്ഞു നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഞണ്ട് ചത്തു പോകാനായിട്ട് എല്ലാ ചാൻസും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു തീരുമാനത്തിലെത്തിയത്. ഇത്രയും വലിപ്പമുള്ള ഈ ഞണ്ടിന് 500 രൂപക്ക് വിറ്റഴിക്കാന്നുള്ളത്. എന്താ പാട് കണ്ടോ? അത്യാവശ്യം മീറ്റ് ഉണ്ടാവും കേട്ടോ. മീറ്റ് എന്തായാലും ഉണ്ടാവും ഇതിന്. പക്ഷെ ഇത് ഇത്രയും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 2600 കിലോയ്ക്ക് ആ റേഞ്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് എല്ലാ ക്വാളിറ്റിയും തികയണം. ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷറി റെസ്റ്റോറൻറ്റ്സിലോട്ടൊക്കെ ആയിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും തികഞ്ഞാൽ മാത്രമേ ആ ഒരു വില കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് വളർത്തിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഞണ്ടാണ്. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഞണ്ടിന് പറ്റിയിട്ടുണ്ട്. എനിക്ക് പാടുകൾ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം റിജക്റ്റ് ആക്കിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഞണ്ട് 500 രൂപയ്ക്ക് വിൽക്കണത് കേട്ടോ. എപ്പോഴും കിട്ടൂല. അപ്പോൾ എപ്പോഴും ഇതേപോലത്തെ ഞണ്ട് കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ നമ്മളുടെ അടുത്തുണ്ട്. ഭയങ്കര റെയറായിട്ടാണ് ഇങ്ങനത്തെ ഇത്രയും വലിപ്പമുള്ള ഞണ്ട് ഈ ഒരു വിലക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റണത്. ഇന്നത്തെ ദിവസമുണ്ട്. ഇന്ന് തിങ്കളാഴ്ച.
ഏപ്രിൽ 6 തിങ്കളാഴ്ചയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ, വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മളെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ആ ഞണ്ടിനെ കാണിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞണ്ട് മാത്രമായിരുന്നില്ല കേട്ടോ, നമ്മുടെ കടയിൽ നിന്ന് കരിമീനും കാളാഞ്ചിയും മറ്റും എല്ലാ മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞണ്ടിൻ്റെ വീഡിയോ വലുപ്പമുള്ള 5 ഞണ്ടിനെ കിട്ടിയപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.